ഇപ്പോൾ ഉള്ളത് ഒരു പ്രൈവറ്റ് വാട്ടർഫോളാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വാട്ടർഫോൾ പശ്ചിമഘട്ട മലനിരകളിലൂടെ ഒഴുകി വരുന്ന അതിശുദ്ധമായ വെള്ളമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മുങ്ങാം. അങ്ങനെ നമ്മൾ കട്ട വെയിലായതുകൊണ്ട് ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ ഉണ്ട്, അടിപൊളി വാട്ടർഫോൾ. അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നൊരു സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റേ പാനമൊക്കെ ഇരുന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ കാണുന്ന അത്യാവശ്യം ഹൈറ്റിലുള്ള മലനിരകളാണ്. അതൊക്കെ കുതിരമുക്ക റേഞ്ചിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. മൊത്തത്തിൽ മലനിരകളാണ്. ഒരു വിസിബിലിറ്റി കുറച്ച് കുറവായതുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്കും കാണാൻ സാധിക്കാത്തത്. എന്തായാലും നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാം, അല്ലേടാ? യെസ്, ചായ അടിപൊളിയാണോ? അപ്പം നമുക്ക് നേരെ വിട്ടാലോ? കയറിയേക്കാം. ഈ മല കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്തുള്ള മലയിലാണ് ആ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ആ പാലം ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളുണ്ടാവും. കണ്ടില്ല, ഈ ഒരു നാരോ പാസിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുഴപ്പമില്ലടാ. യെസ്, പാസ്സായി. നല്ല തണുത്ത വെള്ളമാടാ. ഇവിടെ നിന്ന് കുറച്ച് കയറി പോകാനുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും ഒരു 50 രൂപ കൊടുക്കണം ഒരാൾക്ക്, അല്ലേ? മിനിയാന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണ്. ഇല്ല, നമ്മൾ മുകളിൽ കാണുന്ന ആ കൗണ്ടറിൽ നിന്ന് 50 രൂപ വെച്ച് 2 ആൾക്ക് 100 കളക്ട് ചെയ്തു. പക്ഷേ അതിനുള്ള റിസിപ്റ്റും സംഭവങ്ങളൊന്നുമില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരെ നിർത്തി ഇത് ചോദ്യം ചെയ്തായിരുന്നു, എന്തുകൊണ്ട് റിസിപ്റ്റൊന്നും ഇല്ല, ഇതിൻ്റെ ടാക്സ് എമൗണ്ടൊക്കെ എങ്ങോട്ട് പോകും? കാരണം പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൈസയാണല്ലോ. പിന്നെ കച്ചറയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവിടെ പിടിപാടൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ കളിക്കുന്നത്. കളിയാക്കിയതല്ല, എന്നെ അവമാനിച്ചതാണ്. ഈ കാട്ടേക്കര കുറച്ച് കയറി പോകണം. എന്താ പറഞ്ഞേ? കറണ്ട് ഷോക്ക് അടിക്കാൻ ചാൻസസ് ഉണ്ട്. പവർ ടച്ച് ചെയ്ത് നോക്കിയാൽ പോരെ? നോക്കാം, ബാടാ, നിന്റെ സംശയം തീർത്തില്ലല്ലോ. യെസ്, ഞാൻ ടച്ച് ചെയ്യട്ടെ? ഇതെന്താണെന്നറിയോ നിനക്ക് സംഭവം? ഇത് മുകളിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. വീട്ടിലോട്ട് ആവശ്യത്തിനുള്ള കറണ്ട് ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിക്കും അവർ. കണ്ടില്ലേ, ഒരു ലൈൻ പോയിരിക്കുന്നുണ്ടല്ലേ? അടിപൊളിയല്ലേ സെറ്റപ്പ്? വെള്ളം അടിച്ച് വന്ന് കയറാൻ നേരത്ത് അത് കറങ്ങും. കറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ചെയ്യും. ഇതെന്താണ്, പൊട്ടിത്തെറിച്ചാണോ? ഇവിടെ പിന്നെ ആളും അനക്കം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ സ്ഥലമൊക്കെ പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്തല്ലേ മിനിയാന്ന് പിടിച്ച പുലീനെ? ഓരത്തിനെ പിടിച്ചല്ലോ, 3 എണ്ണം ഉണ്ട് ഇനി ബാക്കി. അതിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മൾ വരുന്ന നേരത്ത് കുറച്ച് വണ്ടി അവിടെ ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ആൾക്കാരുടെ അനക്കവും ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു ചെറിയൊരു വാട്ടർഫാൾ കേട്ടോ. ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട്, വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമില്ല എന്നേ ഉള്ളൂ. മഴക്കാലത്തൊക്കെ എന്താ, ആൾക്കാർ ഇതാണ് ശരിക്കുള്ള വാട്ടർഫാൾ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വരെ കണ്ടിട്ട് തിരിച്ചു പോകാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറേ പേര്. ഇനി കുറച്ചും കൂടെ ഉള്ളൂടാ. ഇത് ആൾക്കാരുടെ ശബ്ദം കേൾക്കാം, വെള്ളം വീഴുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. കേൾക്കുന്നില്ലേ? എടാ, പുലി 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 പേടിച്ചോ? അങ്ങനെ ചെറിയ രീതിയിൽ ഒച്ച, ബഹളം, ഒരു ശബ്ദമൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ സ്പോട്ടിലോട്ട് വന്നു. പക്ഷേ ഇവിടെ മൊത്തം ബഹളമാണ്. സ്ത്രീകളൊക്കെ ഉണ്ട്, അവർ വെള്ളത്തിലിറങ്ങി നിൽക്കുക. അവരൊന്ന് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് മുമ്പൊക്കെ ആ കാണുന്ന മോളിക്കർ നമുക്ക് കയറി പോകാമായിരുന്നു. പക്ഷേ അങ്ങോട്ട് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ പോകുമല്ലേ? പ്രൈവറ്റ് വാട്ടർഫാൾ എന്നല്ലേ പറഞ്ഞത്? നമ്മൾ കയറിയിരിക്കും. നമ്മൾ കുറച്ച് അഡ്വഞ്ചറൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ എന്താ പറയുക, ഇവരൊന്ന് മാറിപ്പോട്ടെ. ഉച്ചയായില്ലേ, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവർ പോകണ്ടേ? നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു പാറയുടെ അടിയിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്, അല്ലടാ? യെസ്, അങ്ങനെ എല്ലാ ആൾക്കാരും പോയി. അവസാനം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ചെങ്ങായി ഉണ്ട് ബാക്കിൽ. പൊളിയല്ലേ? എനിക്കിതിൻ്റെ മുങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് മുങ്ങാൻ കുറച്ച് കുറവാണ്. പിന്നെ ഞാൻ സംസാരിക്കുന്ന വോയിസ് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. കാരണം എന്താ പറയുക, ആക്റ്റീവ് നോയ്സ് ട്രാൻസ്ലേഷൻ ഞാൻ ഓൺ ചെയ്തു, പക്ഷെ എന്നാലും ബാക്ക്ഗ്രൗണ്ടിൽ എരപ്പുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. വാടാ, നീ ചാടുന്നില്ലേ? നീന്തൽ അറിയത്തില്ലേ? ഇതിൽ മീനുണ്ടോന്ന് തോന്നുടാ. ഫിഷിംഗോ? ഇവിടെയോ? കിട്ടിയതുപോലെ തന്നെ. നീന്തൂല്ലേ? ചാടിക്കോ? അത് ഉണങ്ങിക്കോടും, വെയിലുണ്ടല്ലോടാ. നേരത്തെ തൊട്ട് എൻ്റെ കാലിൽ എന്തോ വന്ന് കടിക്കുന്നുണ്ട്.
എടാ മീനുണ്ടോ? ചാടിക്കോ, ക്യാമറ മൊത്തത്തിൽ വാട്ടർ പ്രൂഫായി. നിന്റെ പർസ് അതല്ല വെച്ചോ. നീ ഇന്ന് നീന്തുന്ന കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. ആ ഇതോണം കൂടെ ബെൽറ്റ് ഇറക്കി ഒക്കെ അയച്ചിട്ട് നീന്താൻ അറിയോ? ഉറപ്പുണ്ടോ? ചെരുപ്പിരിക്കട്ടെ. ആരെങ്കിലും ബിയർ കുപ്പിയൊക്കെ. ആ മീനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു. ആ എടാ മുങ്ങിക്കോ മുങ്ങിക്കോ. എടാ അടിക്കോ നീന്തിക്കോ. അടിക്കണ നീന്ത് പറയാം. എടാ അടിയിലൂടെ വാ, അടിയിലൂടെ വാ. നീ എന്താ ഇങ്ങനെ നീന്തുന്നേ? തണുത്തട്ടാണോ? അതെ. നല്ല തണുപ്പില്ലേ? തണുപ്പ് എങ്ങനെയുണ്ടോ? ഓ വലിയ ഫ്രിഡ്ജിന്റെ ഉണ്ട്. എൻജോയ്മെന്റ് കേട്ടോ. അടിപൊളിയല്ലേ? വാ നമുക്ക് ഒരുമിച്ചൊന്ന് മുങ്ങാം. വാ. ഒറ്റയ്ക്ക് മുങ്ങാൻ പേടി ഉണ്ടായിട്ടല്ല, എവിടെയെങ്കിലും തിരിച്ചു വന്നില്ലെങ്കിലും നല്ല തണുപ്പ്. വാ 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 വാ. ഇന്നല്ലേ റെഡി? എനിക്ക് പരിചയമില്ല. നീ നീന്താൻ പഠിപ്പിക്കുകയാണോ? എനിക്കറിയില്ല, പഠിപ്പിച്ചു തരുമോ? എന്നില്ല. ആ ജസ്റ്റ് ഇത്ര ഹൈ പവറിലാണ് കൈ. പക്ഷെ എന്റെ വെയിറ്റ് ഇല്ലുണ്ടല്ലോ, ഞാൻ മുങ്ങിപ്പോവും. 84 കിലോ ഉണ്ട്. ചെറുപ്പത്തിൽ എന്നെ ആളുണ്ടോ? ഉണ്ടോ? എന്നെ രക്ഷിക്കാൻ വരില്ലേ? അയ്യോ ഇപ്പൊ എന്നെ രക്ഷിക്കാൻ ആരില്ല. ഞാൻ മൂത്രേ ചേട്ടാ. നല്ല കുഴിണ്ട്. നോക്കടാ വീഡിയോ എടുക്കാം. അത്ര ഉണ്ടോ? ഈ മീനാണോ? ഈ സൈഡ് മീനാണ്, ബാക്ക് സൈഡ് മീൻ. എനിക്കൊരു ട്യൂബ് ഉണ്ടെങ്കിൽ ഞാൻ നീന്തും. വണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഒന്നുകൂടെ മുങ്ങാൻ വേണ്ടി പോകണം. എനിക്ക് ഭയങ്കര ശ്വാസം പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ് വെള്ളത്തിനടി പോകുമ്പോൾ. പേടിയാ. ഒരുപാട് നാളായി ഞാൻ മുങ്ങിയിട്ട്. അതുകൊണ്ടാണ്. ഒന്നുകൂടെ മുങ്ങാല്ലേ? ആര് കൂടുതൽ നേരം നിൽക്കും നോക്കാം. വേണ്ട, നീ എന്നെ നിൽക്കും. ഗോൾഡോ? ആ അല്ലേ? ആ ശരി ശരിയാ. ഇവിടെ കുറച്ച് കുട്ടികൾ വന്നായിരുന്നല്ലോ, അവര് ഗോൾഡ് ഇവിടെ ഊരി വെച്ചിട്ട് മറന്നുപോയായിരുന്നു. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ഒരു പ്രൈവറ്റ് വാട്ടർഫാളിലാണ്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് എണിച്ച് വന്നിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഷർട്ടും പാൻറ്റും എല്ലാം ഇട്ടുകൊണ്ടാണല്ലോ ചാടിയത്. ഇതിൻ്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു. നമ്മളെ ഇവിടുത്തെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് വിശന്ന് തുടങ്ങി അല്ലേ? ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു. അവിടെ നിന്ന് അങ്ങനെ മറ്റൊരു പുഴയിലോട്ട് വന്നു. സംഭവം എന്ന് വെച്ചാൽ കട്ട മണ്ണാണ് വണ്ടിയിൽ. അപ്പോൾ എൻ്റെ വണ്ടി എടുത്തായിരുന്നു വീട്ടിൽ പോയിട്ട്. കണ്ടില്ല, ഇതൊന്ന് കഴുകിയേക്കാന്ന് വിചാരിച്ചു. ഇവിടെ പുഴയിൽ വന്നപ്പോൾ ഈ പുഴയിൽ വെള്ളം കുറവാണ്. ഏകദേശം വറ്റി തുടങ്ങി. ചെറിയ രീതിയിൽ ഒഴുക്കേ ഉള്ളൂ. അപ്പം പൊടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി പൊടിമണ്ണാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. വേറെ ഒന്ന് വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കിടന്നു വരൂ. വാ, വണ്ടി എങ്ങനെയാ കഴുകുന്നതെന്ന് പഠിപ്പിച്ചു തരാം. പുതിയ വണ്ടി മേടിച്ചല്ലേ ഉള്ളൂ, പഠിപ്പിച്ചു തരാടാ. ഇതാ ഒരു ഷാമ്പു പിടിച്ചോ, കഴിക്കോ, ഒന്നും നോക്കാനില്ല.